നിങ്ങളിൽ ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആള് അക്സറുഹും അലയ്യ സ്വലാ, ഏറ്റവും കൂടുതൽ എന്റെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതുകൊണ്ട് സലാത്ത് ഞാൻ ധാരാളം ചൊല്ലുമെന്ന് പ്രതിജ്ഞയെടുക്കണം, സലാത്ത് വർദ്ധിപ്പിക്കണം. ഹബീബ് നബി തങ്ങളുമായുള്ള ബന്ധം കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഇന്നും നിങ്ങൾ മദീനയിൽ ചെന്നാൽ, മദീനയിൽ റൗദയിലേക്ക് കടന്നാൽ, പഴയ കാലം പോലെ ഇപ്പൊ റൗദയിലേക്ക് കടക്കാൻ കഴിയില്ല, കൊല്ലത്തിൽ ഒരു പ്രാവശ്യമേ അനുവദിക്കൂ. അങ്ങനെ നിങ്ങൾ റൗദയിലേക്ക് കടന്നാൽ, റൗദ എന്ന് പറയുന്നത് ഹബീബ് നബി തങ്ങളുടെ ശരീരം മറവ് ചെയ്യപ്പെട്ട സ്ഥലത്തിന്റെയും മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലമാണ്. അതേ, നിങ്ങൾക്കറിയാം മുഅ്മിനീങ്ങളുടെ ഖബറുകളൊക്കെ റൗദയാണ്. റൗദത്തും മിൻ റിയാദിൽ ജന്ന, മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളെ ഖബർ അത് സ്വർഗ്ഗതോട്ടമാണെന്ന് ഹദീസിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കളുടെ ഖബർ അത് സ്വർഗ്ഗതോട്ടമാണ്, റൗദയാണ്. എന്നാൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ മാത്രമല്ല, ഖബറിന്റെ പരിസരവും റൗദയാണ്. അതാണ് ഇമാം ബുഖാരി ബാബു ഫദ്ലി മാ ബൈനൽ ഖബരി വൽ മിമ്പരി, നബി തങ്ങളുടെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം എന്ന് പറയുന്ന അധ്യായം കൊടുത്തിട്ട് ആ അധ്യായത്തിൽ കൊടുക്കുന്ന ഹദീസാണ് മാ ബൈന ബൈതി വ മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീട്ടിന്റെയും, അഥവാ ആ വീട്ടിലാണ് അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്, ആ വീട്ടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം റൗദത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗ്ഗതോട്ടത്തിൽ നിന്നുള്ള തോട്ടമാണെന്ന് പറഞ്ഞു. ആ റൗദയിൽ നിന്നിട്ട് അതേ നിങ്ങളിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ വലിയ പടുകൂറ്റൻ ജാറത്തിന്റെ ചുമര് പള്ളിയുടെ ചുമരും കൂടിയാണ്. ഇപ്പൊ കുറെ ജാറ വിരോധികളുണ്ടല്ലോ, ജാറം പൊളിക്കണമെന്ന് പറയുന്നവരുണ്ടല്ലോ. അവരാലോചിക്കണം, ലോക മുസ്ലിങ്ങളെ കേന്ദ്രമായ മദീനയിൽ പള്ളിയുടെ ചുമരും നബിതങ്ങളുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിന്റെയും ജാറത്തിന്റെ ചുമരും ഒന്നാണ്. ആ ചുമരിന്റെ മേലെയുള്ള പദ്യമാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിയത്. യാമൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദാ ലിൽവഹീദിൽ ഫർദി ലം യൂലദ് വലം യലിദി. ലോകസട്ടാവായ പടച്ചവന്റെ കോടതിയിൽ യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ, മലക്കുകൾ മുഴുവനും മണിയണിയായി നിൽക്കുന്നു. ഒരാൾക്കും അവിടെ നിന്ന് കുതറി ഓടാനൊന്നും കഴിയൂല. മലക്കുകൾ വന്ന് നിൽക്കുകയാണ്. അതേ, വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നം, അവിടേക്ക് ജഹന്നമിനെ കൊണ്ടുവരികയാണ്. അങ്ങനെ അണിയണിയായി എല്ലാവരും നിൽക്കുമ്പോ യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും സർവ്വ മലക്കുകളും നിൽക്കുന്നു. ലാ യതകല്ലമൂൻ, ഒരാളും മിണ്ടുന്നില്ല. ഓ സുഹൃത്തുക്കളെ, അവിടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ജനങ്ങൾ വരുന്നു. അവരാദ്യം ആദം നബി അലൈഹിസ്സലാമിനെ പോയി കണ്ടിരുന്നു, അവർക്ക് രക്ഷ കിട്ടിയില്ല. നൂഹ് നബി അലൈഹിസ്സലാമിനെ കണ്ടിരുന്നു, രക്ഷ കിട്ടിയില്ല. അതേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും മൂസാ നബി അലൈഹിസ്സലാമിനെയും ഈസാ നബി അലൈഹിസ്സലാമിനെയും ഒക്കെ രക്ഷയ്ക്ക് വേണ്ടി, സഹായത്തിന് വേണ്ടി കാണുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും തന്നെ അപ്പോൾ സഹായം കിട്ടിയില്ല. പുത്തൻവാദികൾ പറയും പോലെ മഹാന്മാരോട് സഹായം തേടിക്കൂടാ എന്നാണെങ്കിൽ ചോദിക്കട്ടെ, പടച്ചവന്റെ കോടതിയിലെത്തിയിട്ടും ഈ ശിർക്ക് ചെയ്യുകയാണോ മുസ്ലിമീങ്ങൾ? അല്ല, അല്ല. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുമ്പോ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞില്ലേ, മുസ്ലിമീങ്ങളെ പതിവാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്പിയാക്കളെ സമീപിക്കലും അവരോട് സഹായം തേടലും മുസ്ലിമീങ്ങളെ
പതിവാണ്. ആ പതിവനുസരിച്ച് പടച്ചവന്റെ കോടതിയിലും അമ്പിയാക്കളെ സമീപിക്കുകയാണ്. പക്ഷേ ആ സമയം പ്രത്യേക സമയമാണ്. പടച്ചവൻ വളരെ കോപമുള്ള സമയമാണ്. ഏത് പാപിയും ഹാജരാകുന്ന സമയമാണ്. അവിടെ ആരും രക്ഷക്കില്ല. അവസാനം നബി തങ്ങളെ സമീപത്ത് വന്ന് ഇശ്വലന, ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം നബിയെ എന്ന് പറയുമ്പോൾ പടച്ചവന്റെ അടുക്കലേക്ക് മധ്യവർത്തി വേണ്ട, റെക്കമെൻഡിനാള് വേണ്ട എന്നൊക്കെ പറയുന്ന അറിവ് കുറഞ്ഞവരില്ലേ? അതേ, പക്ഷേ അവിടെ റെക്കമെൻഡിന് ആവശ്യപ്പെടുമ്പോൾ അനലഹാ, അതിനുള്ളവനാണ് ഞാൻ, നിങ്ങളെ റെക്കമെൻഡ് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ളവനാണ് ഞാൻ എന്ന് സന്തോഷത്തിന്റെ മറുപടി പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. നബിതങ്ങളോട് തല ഉയർത്താനും റെക്കമെൻഡ് ചെയ്യാനും പടച്ചവൻ ഓർഡർ ചെയ്യുന്നു. അങ്ങനെ യാമൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദാ ലിൽ വഹീദിൽ ഫർദി ലം യൂലദ് വലം യലിദി. ഏകനായ റബ്ബ്, ലം യലിദ്, അവൻ സന്താനമുണ്ടാക്കിയിട്ടില്ല, പടച്ചവന് മക്കളില്ല. വലം യൂലദ്, അവൻ സന്താനമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടവനുമല്ല. അല്ലാഹു പറഞ്ഞില്ലേ, കബറത്ത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരെ വായിൽ നിന്ന് വരുന്ന പടച്ചവന്റെ മക്കൾ എന്ന് പറയുന്ന, പടച്ചവന്റെ മകൻ എന്ന് പറയുന്ന, ദൈവപുത്രൻ ദൈവപുത്രി എന്നൊക്കെ പറയുന്ന ആശയമുണ്ടല്ലോ, അത് വളരെ ഗൗരവമുള്ള വാക്കാണ്. കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം യഖൂലൂന ഇല്ലാ കദിബാ, അത് സത്യമല്ല. പടച്ചവന് മക്കളില്ല, പടച്ചവൻ ഒരാളെ മകനുമല്ല. ഇത് ഉറച്ച വിശ്വാസമാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ആ വിശ്വാസത്തെ തകർത്ത് ഈമാൻ കളയുന്ന പാട്ട് പാടിയാൽ ആരോഗ്യം ഉണ്ടാവൂല കേട്ടോ, മറിച്ച് ഉള്ള ഈമാൻ നശിക്കലാണ്. അത് തന്നെയാണ് ഇന്നും ആ മദീനയിൽ റൗളയുടെ ചുമരിന്റെ മേലെ അവിടെ എഴുതി വെച്ച പദ്യം, യാമൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദാ ലിൽ വാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദി. ഏകനായ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന നബിയേ, യമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഇഹി ഫറവൽ ജൈസ ബിൽ മദദി. ഓ നബിയെ, അവിടുത്തെ സൈന്യം ദാഹിച്ച് വിശന്ന് വിഷമിക്കുമ്പോ, ഓ നബിയെ, അല്ലാഹുവിന്റെ സഹായം അമ്പിയാക്കൾ മുഖേന ലഭിക്കും, ഔലിയാക്കൾ മുഖേന ലഭിക്കും, പലര് മുഖേനയും ലഭിക്കും. ആ നിലക്ക് ഓ നബിയെ, തങ്ങളോട് വളരെ താഴ്മയോടെ വെള്ളത്തിന് തേടിയപ്പോൾ കയ്യിന്റെ വിരലിനോട് വെള്ളം കൊടുത്ത് സഹായിച്ച നബിയെ, മുജാഹിദും ജമാഅത്തൊന്നും കേൾക്കണ്ട, അവരെ ഭാഷയെ പച്ച ശിർക്കാണ് മദീനത്തെ പള്ളിന്റെ ചുമർമേൽ എഴുതി വെച്ചത്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പദ്യം അവിടെ നമുക്ക് കാണാം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം നമുക്കെന്നും ആവശ്യമാണ്, ദുനിയാവിലും ആഖിറത്തിലും ആവശ്യമാണ്. ആ അള്ളാഹുവിന്റെ റസൂലുമായി അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അക്സറുഹും അലയ്യ സലാഹ്, ഏറ്റവും കൂടുതൽ എന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നവർ. സലാത്ത് ധാരാളമായി ചൊല്ലണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ.